ശ്രീ എ കെ ബാലൻ, കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കുകയാണ്. അത് ഇരയുടെ പേര് രഹസ്യമാക്കിക്കൊണ്ട് കുറ്റകൃത്യങ്ങൾക്കെതിരെ, കുറ്റം ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടായിക്കൂടെ എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളടക്കം ആവർത്തിച്ച് ചോദിച്ചത്. അതിലുണ്ടായ ഒരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉചിതമായിട്ടുള്ള തീരുമാനം ഗവൺമെന്റ് സ്വീകരിക്കുന്നതായിരിക്കും. ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, കോടതിയുടെ നിർദ്ദേശം ഉണ്ടായെങ്കിൽ അതിലേക്ക് കടക്കാൻ കഴിയുമെന്ന്. അതെ അതെ, അത് ഞാൻ ആദ്യം തന്നെ എടുത്തൊരു നിലപാടാണ്, ആദ്യം തന്നെ പറയുകയും ചെയ്താണ്. അത് അങ്ങനെ പറയാനുള്ള നിർബന്ധിക്കപ്പെട്ട സാഹചര്യം ഉമ്മൻചാണ്ടി കേസിൽ നമ്മുടെ മുമ്പിൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടപടികൾ എടുത്തു. അപ്പോഴാണ് കോടതി പറഞ്ഞ അങ്ങനെ എടുക്കാൻ പാടില്ല, അന്വേഷിച്ചിട്ട് FIR ഇടണം. അപ്പോൾ മുമ്പ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം FIR ഇട്ടിട്ട് അന്വേഷിക്കാം, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് FIR ഇടാം. പക്ഷേ പ്രശ്നമുള്ളത് ശ്രീ എ കെ ബാലൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2019 മുതൽ ഈ റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശമുണ്ട്, അത് പുറത്തുവിടരുത് എന്ന് ഇൻഫർമേഷൻ കമ്മീഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സർക്കാരിന് അതിൽ അപ്പീൽ പോകാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഇരകൾക്കൊപ്പം നിൽക്കണമല്ലോ സർക്കാർ, അതിൽ അപ്പീൽ പോകാൻ സർക്കാരിന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ആരാ സംസാരിക്കുന്നതിനോട്? എന്റെ പേര് മാധു എന്നാണ് സർ. മാധുവാണ് സംസാരിക്കുന്നത്. മാധുവിന് ഈ കാര്യങ്ങളൊക്കെ നല്ല അസലായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പൊ മാധു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് ഈ രൂപത്തിൽ വരുന്നതിന് സഹായിച്ചത് ഹേമ കമ്മീഷന്റെ ശക്തമായിട്ടുള്ള ഒരു നിലപാടായി. അവര് കൃത്യമായി മൊഴി തന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാം. ആരാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത്, ആരാണ് ഇതിന്റെ ഇരകൾ, ഇതൊന്നും ഞങ്ങൾ പറയില്ല. അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായി കാര്യങ്ങൾ ഈ രൂപത്തിൽ പുറത്തു വന്നത്, അല്ലെങ്കിൽ വരില്ലായിരുന്നു. അപ്പോൾ കമ്മീഷൻ എന്ത് ചെയ്തു? കമ്മീഷൻ, ബഹുമാനപ്പെട്ട കമ്മീഷൻ ജസ്റ്റിസ് ഹേമ കൃത്യമായൊരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഒരു രൂപത്തിലും ഇത് റിപ്പോർട്ട് പുറത്തു വിടാൻ പാടില്ല. അപ്പൊ സാധാരണ നിലയിൽ ആ രൂപത്തിലുള്ള ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നാൽ, കമ്മീഷൻ എന്ന് പറയാൻ പറ്റില്ല, എൻക്വയറി കമ്മീഷന്റെ ഭാഗമായിട്ട് വെച്ചതല്ല, ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയാണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലൈ ചെയ്യാനുള്ള നിയമപരമായ ധാർമ്മികമായ ബാധ്യത ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഭാഗമായി തുടർ നടപടികൾ എടുക്കാൻ സാധിക്കാതിരുന്നത്. മാത്രവുമല്ല, ഒരു ക്രിമിനൽ കേസിലേക്ക് പോകണമെന്നോ ഒരു കോഗ്നൈസൻസ് എടുക്കണമെന്നോ കമ്മീഷൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കമ്മീഷന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കാണുന്ന വൃത്തികെട്ട ചില സമീപനങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക. നമ്പർ 2, ഈ വ്യവസായം നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. ഇത് വെച്ചുകൊണ്ടാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് തന്നിട്ടുള്ളത്. ആ കമ്മീഷന്റെ ഭാഗമായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനും, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ഇനി എന്തു ചെയ്യാൻ കഴിയും എന്ന ഒരു ചോദ്യം മാത്രമാണ് സർക്കാർ അന്ന് അഭിമുഖീകരിച്ചിരുന്നെങ്കിൽ സിനിമാ സംഘടനകളുടെ ഒരു യോഗം വിളിച്ചാൽ മതി, WCC കൂടി ഉൾപ്പെടുത്തിയാൽ മതി. ക്രിമിനൽ സ്വഭാവമുള്ള തരത്തിൽ, ഒരു തരത്തിലും നിയമത്തിന് നിരക്കാത്ത, ഒരു തരത്തിലും സാമൂഹ്യ ജീവിതത്തിനോ നമ്മുടെയൊക്കെ നീതിബോധത്തിനോ നിരക്കാത്ത പ്രവണതകളുണ്ടോ എന്ന് പഠിക്കാനല്ലേ നമ്മൾ കമ്മിറ്റിയെ നിയോഗിച്ചത്. അപ്പോൾ അന്ന് നടത്തിയ കണ്ടെത്തലുകളിൽ ഒരു നടപടി വേണമെന്ന് ഇതുവരെ നമുക്ക് തോന്നാതെ പോയത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് അതാണല്ലോ 3-4 പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇത് വ്യക്തമാക്കിയല്ലോ, എന്തുകൊണ്ടായിരുന്നു ഈ രൂപത്തിലേക്ക് ഇതെത്താൻ നിർബന്ധിക്കപ്പെട്ടത്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ യാതൊരു നിവൃത്തിയുമില്ല. ഇപ്പൊ ഞാൻ തന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ നീങ്ങും. കോടതിയുടെ ഇപ്പോഴത്തെ പരാമർശത്തിന്റെ ഭാഗമായി കുറെ കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റിന് എടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോടതിയുടെ ഇടപെടൽ ഉണ്ടായാൽ ഇതെല്ലാം പുറത്തു വരുമെന്ന് അങ്ങ് പറഞ്ഞതാണ്. അങ്ങ് നിയമം കൂടി കൈകാര്യം ചെയ്തിരുന്ന ആളാണ് എന്ന് അന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കോടതിയുടെ ആ ഇടപെടൽ ഉണ്ടാവുകയാണ്. കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണാർത്ഥത്തിൽ വിളിച്ചു വരുത്താൻ കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. സർക്കാർ ഇത് സ്വാഗതം ചെയ്യുന്നുണ്ടോ ശ്രീ എ കെ ബാലൻ? സംശയം, സർക്കാരിലെ എല്ലാ ആൾക്കാരും സ്വാഗതം. സർക്കാരിന്റെ അത് എന്താ ഒളിച്ചു വെക്കാനുള്ളത്? സർക്കാരിന്റെ ശക്തമായിട്ടുള്ള നിലപാടല്ലേ ഇതിലേക്ക് എത്തിച്ചത്. ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലായിരുന്നല്ലോ 1ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ഈ മേഖലയിൽ ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടല്ലേ മുന്നോട്ട് പോയത്.
ശരി, വളരെയധികം നന്ദി ശ്രീ എ കെ ബാലൻ പ്രതികരിച്ചതിന്.